ഉച്ചക്കത്തേക്ക് വേണ്ട കഞ്ഞി കടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി കറികളൊക്കെ വെച്ചെടുക്കാം. കറികളായിട്ട് ഇന്ന് മീനൊന്നും ഇല്ല കേട്ടോ. ഒരു കോളിഫ്ലവർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെക്കാമെന്ന് കരുതി. കോളിഫ്ലവറിൻ്റെ തണ്ട് വിലയൊക്കെ പൊളിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് പഴയ ഒരു ഓർമ്മ വന്നു. നമ്മൾ കല്യാണത്തിനൊക്കെ ബൊക്കെ പിടിക്കൂലേ, അതേപോലെ കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ. കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയില്ല. സേവ് ദ ഡേറ്റും ഇല്ല. ഇപ്പോഴല്ലേ സേവ് ദ ഡേറ്റും അല്ലാത്ത ഡേറ്റൊക്കെ വന്നത്. പിന്നെ ചേട്ടൻ ഒരേ നിർബന്ധം വൻപയർ വെക്കണമെന്ന്. അപ്പോൾ കുറച്ച് ദിവസമായി വാങ്ങിയിട്ടപ്പോൾ നമ്മൾ അനക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടത്. പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത് കോളിഫ്ലവറിനാണെന്നാണ് വെപ്പ്. ഞാൻ പൊളിച്ചപ്പോൾ തന്നെ ഇതൊരു പുയു. അങ്ങനെ വിട്ടാൽ കൊള്ളൂലല്ലോ. ഞാൻ വേഗം തിളച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പയർ വേവിക്കാനായിട്ട് വെക്കട്ടെ. അപ്പോൾ ചേട്ടന് പെട്ടെന്നുള്ളൊരു ആഗ്രഹം ആയതുകൊണ്ട് പയർ അധികം നേരം ഒന്നും വെള്ളത്തിലിടാൻ പറ്റില്ല. അപ്പോൾ കുറേ അടി അടിക്കേണ്ടി വരും കേട്ടോ കുക്കറിൽ. സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ് ഒക്കെ ഇട്ടത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ കുറച്ച് നേരം ആ നേരിയ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് താളിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ പൊടികളെല്ലാം വാരി ഇടും കേട്ടോ. കോളിഫ്ലവർ താളിക്കുമ്പോഴത്തേക്കും എല്ലാ പൊടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ. പൊടികൾ പൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കോളിഫ്ലവർ ഇട്ട് അതോടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പയർ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. പയർ വെന്തില്ല എന്ന് കണക്കാണ്ട. കാരണം ചേട്ടൻ ധൃതി പിടിക്കണേ കിടന്നുണ്ട്. അങ്ങനെ പയറും താളിച്ചെടുത്ത് ഇനി ഇച്ചിരി പപ്പടം ഇരുന്ന് വെച്ചപ്പോൾ അതും കൂടെ ചതച്ചമുളകിൽ താളിച്ചെടുത്തിട്ടുണ്ടേ. ചേട്ടനോട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിതിന് ഉത്തരവാദിയല്ല. ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഞാനിത് താളിച്ച് തന്നിട്ടുണ്ട്. പയറും കൂട്ടി ചോറുന്നേച്ച് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പിള്ളേർ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതിയായിട്ട് വരട്ടത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ചാറ് കറിയൊന്നും ഇല്ല കേട്ടോ. ചേട്ടന് കുറച്ച് തൈര് മോനെ ചേട്ടൻ അതുകൂടെ കുഴച്ച് കഴിച്ചോളും കേട്ടോ. പക്ഷേ എനിക്ക് തൈര് കൂട്ടി കഴിക്കണത് ഇഷ്ടമേ അല്ല. അപ്പോൾ അത്രയോടെ ഞാനിനി പോയി